മജ്മ നികായ 69 ഗുലിയാനി സൂത്ത്. ഈ സൂത്തം ആയുഷ്മാൻ സാരിപുത്തൻ ഭിക്ഷുക്കൾക്ക് കൊടുത്തതാണ്. ഭഗവാന്റെ സമയത്ത് ഭിക്ഷുക്കൾ കഠിനമായിട്ടുള്ള തപശ്ചര്യകളിൽ ഏർപ്പെട്ടിരുന്നു. അതിൻ്റെ പേരാണ് ദൂതാംഗം എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ദൂതാംഗങ്ങളുണ്ട്. ചില ഭിക്ഷുക്കൾ ഒബ്ഭാഗാസു, അതായത് ആ വ്രതം എടുത്തിട്ടുള്ള ഭിക്ഷുക്കൾ ഒരു കാരണവശാലും ഏതെങ്കിലും കെട്ടിടങ്ങളിൽ, ഗുഹകളിൽ താമസിക്കില്ല. പുറത്ത് തന്നെയായിരിക്കും താമസിക്കുക. എല്ലാ സമയത്തും പുറത്ത് തന്നെയാണ് താമസിക്കുക. അതേപോലെ തന്നെ രുഖമൂലോ, ഏതെങ്കിലും ഒരു ഭിക്ഷു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ എടുക്കാനുള്ള വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ടായിരിക്കും ആ ഭിക്ഷു ധ്യാനം ചെയ്യുക. ഏത് കാലാവസ്ഥയിലും അതിൻ്റെ താഴെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ അരണ്യകോ, അതായത് ഏതെങ്കിലും ഒരു ഭിക്ഷു വനത്തിൽ താമസിക്കാൻ വ്രതമെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ആ ഭിക്ഷു താമസിക്കുക. അവിടം വിട്ട് ആ ഭിക്ഷു പോവുകയില്ല. അതേപോലെ തന്നെ ശ്മശാനത്തിൽ തന്നെ താമസിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. ഭിക്ഷാന്നം മാത്രം എടുത്ത് ജീവിക്കുന്ന ഭിക്ഷുക്കളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള തപശ്ചര്യകൾ ചെയ്യുന്ന ഭിക്ഷുക്കൾ ഉണ്ട്. ഈ സൂത്രത്തിൽ അരണ്യക, അതായത് വനത്തിൽ താമസിക്കുന്നൊരു ഭിക്ഷു നഗരത്തിൽ വരികയാണെങ്കിൽ, ഗ്രാമത്തിൽ വരികയാണെങ്കിൽ അവിടെയുള്ള ഭിക്ഷുക സംഘങ്ങളോട് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ സൂത്രം. ഭിക്ഷുക്കൾക്കുള്ള നിയമങ്ങൾ അടങ്ങിയ പുസ്തകമാണ് വിനയപിടക്. ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടുന്നതാണ്, PDF ആയിട്ട് കിട്ടും. അത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം നിയമങ്ങളാണ് ഒരു ഭിക്ഷു, ഒരു ഭിക്ഷുണി അനുഷ്ഠിക്കേണ്ടത് എന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഒരു ഭിക്ഷു 227 നിയമങ്ങളും ഒരു ഭിക്ഷുണി 311 നിയമങ്ങളും അനുസരിക്കേണ്ടതുണ്ട്. ഈ നിയമങ്ങൾ ഏത് സമയത്ത് ഉണ്ടാക്കി, എന്താണതിന് കാരണം, ആരാണ് ആ നിയമം തെറ്റിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ട്. ബുദ്ധധർമ്മത്തിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് വിനയപിടക്. പക്ഷേ ഈ ദൂതാംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ, പ്രത്യേകിച്ച് കാട്ടിലെല്ലാം താമസിക്കുന്ന വ്യക്തികൾ, അവർക്ക് ഈ വിനയങ്ങളിൽ അത്ര ശ്രദ്ധ ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിനയം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മിക്കവാറും ജനങ്ങളോട് സമ്പർക്കത്തിൽ വരുന്ന ഭിക്ഷുക്കൾക്കായിട്ടാണ്. അവർ ഏത് രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഏത് രീതിയിൽ അവർ കഴിയണം എന്നതിനെ പറ്റിയിട്ടാണ് മിക്ക നിയമങ്ങളും ഉള്ളത്. എന്നാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അവർക്ക് ഇത്രയധികം നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കേണ്ടതില്ല. കാരണം ജനങ്ങളുമായിട്ട് സമ്പർക്കമില്ല. അത് കാരണം ഒരുപക്ഷെ അവർ ആ നിയമങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കിയെന്ന് വരില്ല. അപ്പോൾ അതുമൂലം പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപദേശം കൊടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ദൂതാംഗങ്ങൾ അനുഷ്ഠിക്കുന്ന ഇത്തരം ഭിക്ഷുക്കൾ, അവർക്ക് ഒരുപക്ഷെ മനസ്സിൽ ഈ തരത്തിലുള്ള അഭിമാനം തോന്നാം. അരണ്യത്തിൽ താമസിക്കുക അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല. വളരെ ദുഷ്കരമായിട്ടുള്ള പണിയാണ് വനത്തിൽ താമസിക്കുക എന്നത്. അപ്പോൾ ഞാൻ വലിയൊരു തപസ്വിയാണ്, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇവർക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാ കാര്യവും ഇവർക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ഞാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ജീവിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെയുള്ള സന്യാസി ആര് എന്നുള്ള ഒരു അഹങ്കാരം ചിലപ്പോൾ ഇത്തരം ഭിക്ഷുക്കളിൽ വരാവുന്നതാണ്. അതുകൊണ്ടാണ് സാരിപുത്തൻ ഈ ഉപദേശങ്ങൾ കൊടുക്കുന്നത്. നാഗ്പൂരിൽ ഒരു ഭിക്ഷുവുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ബന്ദേ ഗ്യാൻ ജ്യോതി എന്നാണ്. ഈ ഭിക്ഷു ഇതിലെ മിക്ക നിയമങ്ങളും അനുസരിക്കുന്നൊരു വ്യക്തിയാണ്. കാട്ടിൽ മാത്രമാണ് താമസിക്കുന്നത്. ചില ഭിക്ഷുക്കൾ ഇരുന്നിട്ട് തന്നെ ധ്യാനിക്കും, ഒരിക്കലും കിടക്കാറില്ല. ഇദ്ദേഹം അതും പാലിക്കാറുണ്ട്. തുന്നിക്കുട്ടിയ വസ്ത്രം ധരിക്കാറുണ്ട്. ഭിക്ഷാടനം എടുത്തിട്ടാണ് ജീവിക്കാറുള്ളത്. തുറന്ന സ്ഥലത്താണ് മിക്കവാറും കഴിയാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭിക്ഷു, ജ്ഞാനജ്യോതി എന്ന ഭിക്ഷു, അദ്ദേഹം ഇത്തരത്തിലുള്ള പല ദൂതാംഗങ്ങളും പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് നേരെ സൂത്രത്തിലേക്ക് കടക്കാം. ഞാൻ ഇങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ രാജഗൃഹത്തിന് അടുത്തുള്ള മുളിയുടെ വനത്തിൽ അണ്ണാന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് വിഹരിക്കുകയായിരുന്നു. ആ സമയത്ത് അരണ്യത്തിൽ അല്ലെങ്കിൽ കാട്ടിൽ വസിക്കുന്ന ഗുലിസാനി എന്ന ഒരു ഭിക്ഷു സംഘത്തിൽ എന്തോ കാര്യത്തിനായിട്ട് വന്നു. ഈ സംഘം എന്ന് പറയുന്നത് ഗ്രാമത്തിൽ താമസിക്കുന്ന സംഘമാണ്, ഭിക്ഷു സംഘമാണ്. അവരുടെ ഇടയിൽ എന്തോ ആവശ്യത്തിന് ഈ കാട്ടിൽ താമസിക്കുന്ന ഗുലിസാനി എന്ന ഭിക്ഷു വന്നു. ആ സമയത്ത് ആയുഷ്മാൻ സാരിപുത്തൻ ഗുലിസാനി എന്ന ആ കാട്ടിൽ താമസിക്കുന്ന ഭിക്ഷുവിനെ പറ്റി ഈ ഭിക്ഷുക്കളോട് ഇങ്ങനെ പറഞ്ഞു: ഭിക്ഷുക്കളെ, കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്ത് ജീവിക്കുകയാണെങ്കിൽ
അവർക്ക് സബ്രഹ്മചാരികളോട് ബഹുമാനം ആവശ്യമാണ്. അങ്ങനെ ആ ഭിക്ഷുക്കൾ ബ്രഹ്മചാരികളെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷു കാട്ടിൽ താമസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അദ്ദേഹം തൻ്റെ സഹബ്രഹ്മചാരികളോട് ബഹുമാനം കാണിക്കുന്നില്ല, ആദരവ് കാണിക്കുന്നില്ല. അതിനാൽ കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘമധ്യത്തിൽ വരികയാണെങ്കിൽ അവരുടെ സഹബ്രഹ്മചാരികളോട് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് കാണിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന, കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരികയാണെങ്കിൽ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കണം. ഒരു സീനിയറായിട്ടുള്ള ഒരു ഭിക്ഷുവിൻ്റെ സ്ഥലത്ത് ഞാൻ ഒരിക്കലും അതിക്രമിച്ച് കയറില്ല. അതേപോലെ തന്നെ ജൂനിയറായിട്ടുള്ള ഒരു ഭിക്ഷുവിൻ്റെ സീറ്റിലും ഞാൻ ഇരിക്കില്ല. ഈ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഒരു അരണ്യത്തിലെ ഭിക്ഷു സംഘത്തിൽ വിഹരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറയും, കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് ഈ ഭിക്ഷുവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? എവിടെയാണ് ഇരിക്കുന്നത് എന്ന കാര്യത്തെപ്പറ്റി തന്നെ ഈ ഭിക്ഷുവിന് ശ്രദ്ധയില്ല. അതിനാലാണ് സംഘമധ്യത്തിൽ വരുന്ന ഒരു ഭിക്ഷു, കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു എവിടെ ഇരിക്കണം എന്ന് ശ്രദ്ധയോടുകൂടി തീരുമാനിക്കണം. കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സമയത്ത് ഉപനിയമങ്ങളെ കൂടി മനസ്സിലാക്കി വച്ചിരിക്കണം. ഉപനിയമങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണ വിനയപടികയിൽ ഇല്ലാത്ത കുറച്ച് നിയമങ്ങൾ കൂടിയുണ്ട്, സാധാരണ നിയമങ്ങൾ. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടി അല്പം അറിഞ്ഞു വച്ചിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷുവിന് കാട്ടിൽ താമസിച്ചിട്ട് എന്താണ് പ്രയോജനം ഉണ്ടായത്? ഈ ഭിക്ഷുവിന് ഉപനിയമങ്ങളെക്കുറിച്ച് കൂടി അറിയുന്നില്ല. അതിനാൽ കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സമയത്ത് ഉപനിയമങ്ങളെക്കുറിച്ച് കൂടി ആ ഭിക്ഷുവിന് അല്പം മനസ്സിലാക്കേണ്ടതുണ്ട്. സംഘത്തിൻ്റെ മധ്യത്തിൽ താമസിക്കാൻ വരുന്ന ഒരു കാട്ടിലെ ഭിക്ഷു ഗ്രാമത്തിലേക്ക് ഒരുപാട് നേരത്തെ പോകരുത്, അതേപോലെ തന്നെ ഒരുപാട് വൈകി ഗ്രാമത്തിൽ നിന്ന് തിരിച്ചും വരരുത്. ആ ഭിക്ഷു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചിലർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിക്കുന്നത് കൊണ്ട് ഈ ഭിക്ഷുവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? പകൽ സമയത്ത് ഗ്രാമത്തിൽ വളരെ നേരത്തെ തന്നെ ഈ ഭിക്ഷു പ്രവേശിക്കുന്നു, വളരെ വൈകിട്ടാണ് ഗ്രാമത്തിൽ നിന്ന് മടങ്ങിപ്പോകുന്നത്. അതിനാൽ കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സമയത്ത് ഗ്രാമത്തിൽ വളരെ നേരത്തെ പോകാൻ പാടില്ല, അതുകൂടാതെ ഗ്രാമത്തിൽ നിന്ന് വളരെ വൈകിട്ടും തിരിച്ചു വരാൻ പാടില്ല. കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരുന്ന സമയത്ത് കുടുംബങ്ങളെ ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് പിൻപോ സന്ദർശിക്കരുത്. ആ ഭിക്ഷു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, ഈ കാട്ടിൽ താമസിക്കുന്ന ഭിക്ഷു ഒറ്റയ്ക്ക് കാട്ടിൽ താമസിക്കുകയാണ്, തോന്നിയ സമയത്തെല്ലാം തോന്നിയ ഇടത്തെല്ലാം നടക്കുകയാണ്, അതുകൊണ്ടാണ് ഈ തരത്തിൽ ഈ ഭിക്ഷു പെരുമാറുന്നത് എന്ന് അവർ പറയും. അതിനാലാണ് കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘമധ്യത്തിൽ വരികയാണെങ്കിൽ ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് പിൻപോ കുടുംബങ്ങളെ സന്ദർശിക്കരുത് എന്ന് പറയുന്നത്. കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘത്തിൻ്റെ മധ്യത്തിൽ വരികയാണെങ്കിൽ ആ ഭിക്ഷു ഒരിക്കലും ഇരിക്കപ്പൊറുതിയില്ലായ്മ കാണിക്കരുത്, അതേപോലെ തന്നെ ചപലതയും കാണിക്കരുത്. ആ ഭിക്ഷു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചിലർ പറയും, ഈ അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷു ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഈ ഭിക്ഷു ഇരിക്കപ്പൊറുതി ഇല്ലായ്മ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, ചപലനാണ്, അതുകൊണ്ടാണ് ഈ ഭിക്ഷു സംഘമധ്യത്തിലും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അതിനാലാണ് അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘമധ്യത്തിൽ വരുന്ന സമയത്ത് ഒരിക്കലും ഇരിക്കപ്പൊറുതിയില്ലായ്മ കാണിക്കരുത്, അതേപോലെ തന്നെ ചപലനാകരുത്. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘമധ്യത്തിൽ വരുന്ന സമയത്ത് തെറ്റായ കാര്യങ്ങൾ ഒന്നും തന്നെ സംസാരിക്കരുത്, അതുപോലെ തന്നെ മനസ്സിൽ തോന്നിയത് ഉടൻ തന്നെ പറയുന്ന വ്യക്തിയും ആകരുത്. വാക്കിൽ നല്ല നിയന്ത്രണം വേണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, കാട്ടിൽ ജീവിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ ഭിക്ഷു വാക്കിൽ നിയന്ത്രിക്കുന്നില്ല, അതേപോലെ തോന്നിയതെല്ലാം പെട്ടെന്ന് വിളിച്ചു പറയുന്നു, ഒട്ടും തന്നെ വാണിയിൽ നിയന്ത്രണമില്ല. അതുകൊണ്ടാണ് അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ചീത്തയായിട്ടുള്ള വാക്കുകൾ പറയരുത്, അതേപോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം സംസാരിക്കാൻ എന്ന് പറയുന്നത്. അരണ്യത്തിൽ നിന്ന് സംഘമധ്യത്തിൽ വരുന്ന ഒരു ഭിക്ഷുവിന് ഒരു സുഹൃത്തിനാൽ എളുപ്പത്തിൽ ശാസിക്കാൻ സാധിക്കണം. അതായത് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സുഹൃത്ത് ഉപദേശിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഉപദേശം എടുക്കാനുള്ള ഒരു സന്മനസ് ഈ ഭിക്ഷുവിന് ഉണ്ടാകണം. സുഹൃത്തല്ലാത്ത ഒരു ഭിക്ഷുവിന് കൂടി
ഈ ഭിക്ഷുവിനെ ഉപദേശിക്കാൻ എളുപ്പമല്ല എങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷു കാട്ടിൽ താമസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? സുഹൃത്തല്ലാത്ത ഒരു ഭിക്ഷുവിനു കൂടി ഈ ഭിക്ഷുവിനെ ശാസിക്കാൻ എളുപ്പമല്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സംഘമധ്യത്തിൽ വന്ന് താമസിക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളാൽ തന്നെ ശാസിക്കാൻ എളുപ്പമുള്ളതായിരിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു തൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും സംവരം ചെയ്യണം, അതായത് നിയന്ത്രിക്കണം. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷു അരണ്യത്തിൽ താമസിച്ച് എന്താണ് പ്രയോജനം? തൻ്റെ ഇന്ദ്രിയങ്ങളെ കൂടി ഈ ഭിക്ഷു സംവരം ചെയ്യുന്നില്ല, നിയന്ത്രിക്കുന്നില്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷു തൻ്റെ ഇന്ദ്രിയങ്ങളെ സംവരണം ചെയ്യണം, നിയന്ത്രിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷു വളരെ അളവ് അനുസരിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ അളവറിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് ഈ ഭിക്ഷുവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ വ്യക്തി വളരെയധികം ഭക്ഷിക്കുന്നു. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു അളവനുസരിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു എപ്പോഴും ജാഗരീകൻ ആയിരിക്കണം, അതായത് എല്ലാ സമയത്തും ജാഗ്രത പുലർത്തണം. 5 നീവരണങ്ങൾ വരാതെ മനസ്സിനെ എല്ലാ സമയത്തും ജാഗ്രതാവസ്ഥയിൽ നിർത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് ഈ ഭിക്ഷുവിന് എന്താണ് പ്രയോജനം? ഈ ഭിക്ഷു ഒട്ടും തന്നെ ജാഗ്രത പുലർത്തുന്നില്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ജാഗ്രത പുലർത്തണം. അരണ്യത്തിൽ വസിക്കുന്ന ഒരു ഭിക്ഷു എല്ലാ സമയത്തും അരദ്ധവീര്യു, നല്ല വീര്യം ഉള്ള വ്യക്തിയായിരിക്കണം, അതായത് പരിശ്രമിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെ അരദ്ധവീര്യം അല്ലെങ്കിൽ പരിശ്രമമില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷു അരണ്യത്തിൽ താമസിച്ചുകൊണ്ട് എന്താണ് പ്രയോജനമുള്ളത്? ഈ ഭിക്ഷു ഒട്ടും തന്നെ അരദ്ധവീര്യം അല്ലെങ്കിൽ പ്രയത്നശേഷിയുള്ള വ്യക്തിയല്ല, മടിയനാണ് എന്ന് പറയും. അതിനാലാണ് അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു എല്ലാ സമയത്തും ആരദ്ധവീര്യോ, നല്ല വീര്യമുള്ളവനായിരിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ഉപഠിത സതി, അതായത് ആ ഭിക്ഷുവിൻ്റെ സതി പ്രതിഷ്ഠിതമായിരിക്കണം. സതി എന്ന് പറയുന്നത് ഈ സമയത്ത് ജാഗ്രത, മൈൻഡ്ഫുൾനെസ്. അതില്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് ഈ ഭിക്ഷുവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായിട്ടുള്ളത്? ഈ ഭിക്ഷു ഒട്ടും തന്നെ സതിയുള്ള വ്യക്തിയല്ല, സതി ഈ ഭിക്ഷുവിൻ്റെ പ്രതിഷ്ഠിതമല്ല. അതിനാലാണ് വനത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു തൻ്റെ സതിയെ എപ്പോഴും പ്രതിഷ്ഠിതമാക്കി വയ്ക്കണം എന്ന് പറയുന്നത്. കാട്ടിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു സമാഹിതേന ഭാവിദബ്ബം, ചിത്തത്തെ സമാധി അഭ്യസിപ്പിക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ചിലർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഈ ഭിക്ഷു തൻ്റെ മനസ്സിനെ സമാഹിതമാക്കിയിട്ടില്ല. അതുകൊണ്ട് അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു തൻ്റെ മനസ്സിനെ സമാധിസ്ഥമാക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു പഞ്ഞാവത ഭവിദബ്ബം, പ്രജ്ഞാവാനായിരിക്കണം. അതായത് ശ്രുതപ്രജ്ഞയോ ചിന്താപ്രജ്ഞയോ അല്ല, ഭാവനാപ്രജ്ഞ, അതായത് ധ്യാനിച്ചുകൊണ്ടുള്ള അറിവ് ഈ ഭിക്ഷുവിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ഇല്ല എങ്കിൽ ചില വ്യക്തികൾ ഇങ്ങനെ പറയും, ഈ ഭിക്ഷുവിന് അരണ്യത്തിൽ താമസിച്ച് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഈ ഭിക്ഷു ഒട്ടും തന്നെ പ്രജ്ഞവാനല്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ബുദ്ധിമാനായിരിക്കണം, പ്രജ്ഞാവാനായിരിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ധർമ്മത്തെയും വിനയത്തെയും കൂടുതൽ നല്ലപോലെ പഠിക്കാൻ നല്ലപോലെ യത്നിക്കണം. എന്തെന്നാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഈ ഭിക്ഷുവിനോട് ധർമ്മത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ചോദ്യം ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും. ഈ ഭിക്ഷുവിന് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിക്കുന്നതുകൊണ്ട് ഈ ഭിക്ഷുവിന് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ധർമ്മത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും ചോദിക്കുന്ന സമയത്ത് ഈ ഭിക്ഷുവിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ധർമ്മത്തെക്കുറിച്ചും വിനയത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു രൂപധ്യാനത്തെ അതിക്രമിച്ച് അരൂപധ്യാനം അഭ്യസിച്ച് ശാന്തമായിട്ടുള്ള വിമുക്തി നേടാൻ പരിശ്രമിക്കണം. ഇവിടെ പറയുന്നത് 5 മുതൽ 8ാമത്തെ ധ്യാനം വരെയാണ്. അത് അരൂപധ്യാനമാണ്, അതായത് ശരീരവുമായിട്ട് ബന്ധമില്ലാത്ത ധ്യാനമാണ്. അതുകൂടാതെ ശാന്തധ്യാനങ്ങൾ എന്നാണ് പറയുന്നത്. അതിനാൽ അരണ്യത്തിൽ വസിക്കുന്ന ഒരു ഭിക്ഷു 5 മുതൽ 8ാമത്തെ വരെയുള്ള അരൂപധ്യാനങ്ങൾ അഭ്യസിക്കാൻ ശ്രമിക്കണം. എന്തെന്നാൽ അരൂപധ്യാനങ്ങളെക്കുറിച്ച് ഈ ഭിക്ഷുവിനോട് ചോദിക്കുന്ന വ്യക്തികൾ ഉണ്ടാകും.
അവർക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറയും, ഈ ഭിക്ഷു ഒറ്റയ്ക്ക് അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? അരൂപധ്യാനങ്ങളെക്കുറിച്ചും ശാന്താവസ്ഥയെക്കുറിച്ചും മുക്തിയെക്കുറിച്ചും ചോദിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഉത്തരം മുട്ടുന്നു, ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു അരൂപധ്യാനങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. രൂപധ്യാനത്തെ അതിക്രമിച്ച് അരൂപധ്യാനങ്ങൾ അഭ്യസിക്കാൻ ശ്രമിക്കണം. അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു മനുഷ്യോത്തരമായിട്ടുള്ള ധർമ്മങ്ങളെ അറിയാൻ ശ്രമിക്കണം. മനുഷ്യോത്തരമായിട്ടുള്ള ധർമ്മത്തെ അറിയാൻ ധ്യാനിക്കണം. മനുഷ്യോത്തരം എന്ന് പറയുമ്പോൾ മനുഷ്യന് സാധാരണ വ്യക്തികൾക്ക് സാധ്യമല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പൂർവ്വജന്മത്തെ അനുസ്മരിക്കുക, അതേപോലെ തന്നെ പ്രാണികൾ എവിടെ ജനിച്ചു എവിടെ മരിച്ചു എന്നുള്ള കാര്യം അറിയുക, ദൂരെയുള്ള കാര്യങ്ങൾ കാണുക, ദൂരെയുള്ള കാര്യങ്ങൾ കേൾക്കുക, ദിവ്യ ശ്രോത, ദിവ്യ ചക്ഷു, ഇതിനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു അരണ്യത്തിൽ ഭിക്ഷു ധ്യാനിക്കേണ്ടത്. എന്തെന്നാൽ മനുഷ്യോത്തര ധർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന ചില വ്യക്തികളുണ്ടാകും. അവർ ഈ അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷുവിനോട് അതിനെപ്പറ്റി ചോദിക്കും. ഈ അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷുവിന് അതിനെപ്പറ്റി ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ ചിലർ ഇങ്ങനെ പറയും, അരണ്യത്തിൽ താമസിച്ചതുകൊണ്ട് ഈ ഭിക്ഷുവിന് എന്താണ് പ്രയോജനം ഉണ്ടായത്? എന്തിനാണ് ഗൃഹസ്ഥ ജീവിതം ഉപേക്ഷിച്ച് സന്യാസിയായത്? അതിൻ്റെ ലക്ഷ്യം തന്നെ ഈ ഭിക്ഷുവിന് അറിയുന്നില്ല എന്ന് പറയും. അതിനാൽ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു ഈ തരത്തിലുള്ള ധ്യാനം അഭ്യസിക്കണം. അതുകൊണ്ട് മനുഷ്യോത്തരമായിട്ടുള്ള ധർമ്മത്തെ മനസ്സിലാക്കാൻ ആ ഭിക്ഷു ശ്രമിക്കണം. ആയുഷ്മാൻ സാരിപുത്രൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയുഷ്മാൻ മഹാമൊഗലാനൻ സാരിപുത്രനോട് ഇങ്ങനെ ചോദിച്ചു, ആയുഷ്മാൻ സാരിപുത്ര, ഈ കാര്യങ്ങൾ അരണ്യത്തിൽ താമസിക്കുന്ന ഒരു ഭിക്ഷു മാത്രമാണോ പിന്തുടരേണ്ടത്? അല്ലെങ്കിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഭിക്ഷുക്കളും ഇതിനെ പിന്തുടരണമോ? അപ്പോൾ ആയുഷ്മാൻ സാരിപുത്രൻ ആയുഷ്മാൻ മൊഗലാനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അരണ്യത്തിൽ താമസിക്കുന്ന ഭിക്ഷുക്കൾ തീർച്ചയായിട്ടും പിന്തുടരണം. എന്നാൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഭിക്ഷുക്കൾ ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇതിനെ പിന്തുടരണം. കാരണം ഗ്രാമത്തിൽ താമസിക്കുന്ന ഭിക്ഷുക്കളാണ് ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ വരുന്നത്. അതിനാൽ വിനയപട്ടികയിലുള്ള എല്ലാ നിയമങ്ങളും അവർ നല്ലപോലെ അറിഞ്ഞിരിക്കണം, അഭ്യസിക്കണം. ഗൊലിയാനി സുത്തം നിഷ്ഠിതം. അപ്പോൾ ഇത് അരണ്യത്തിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വനത്തിൽ താമസിക്കുന്ന ഭിക്ഷുക്കൾ അറിയേണ്ട കാര്യങ്ങളാണ്. ഒരു സാധാരണ ഭിക്ഷുവും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു സാധാരണ ഭിക്ഷു വിനയപിടകയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെ പരിപൂർണമായിട്ട് മനസ്സിലാക്കിയിരിക്കണം, അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ച്, വിനയത്തെക്കുറിച്ച് നല്ല ഒരു അറിവ് ഒരു ഭിക്ഷുവിന് ഉണ്ടാകണം. മറ്റുള്ളവർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരം മുട്ടാൻ പാടില്ല. അതിനാൽ ഈ തരത്തിലുള്ള സൂത്രങ്ങൾ അവർ തീർച്ചയായിട്ടും അവർ കേൾക്കാവുന്നതാണ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ്, ഇതിൻ്റെ നോട്ടെല്ലാം എഴുതി വയ്ക്കാവുന്നതാണ്. അപ്പോൾ ധർമ്മത്തെക്കുറിച്ച് അവർക്ക് നല്ലൊരു ധാരണയുണ്ടാവും. ആര് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് എളുപ്പത്തിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കും. അതിനാൽ ഭഗവാന്റെ വാണികളെ കേൾക്കാത്ത ഏതെങ്കിലും ഭിക്ഷു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സൂത്രങ്ങൾ ഫോർവേഡ് ചെയ്യുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.